നമ്മളൊരു തിരിച്ചുവരവിന്റെ കഥ പറയുമ്പോൾ ആ തിരിച്ചുവരവ് എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടിയുള്ള തിരിച്ചുവരവാണെന്നാണ് പൊതുവെ നമ്മൾ കാണാറുള്ളതും പറയാറുള്ളതും. എന്നാൽ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്ത് നാട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിച്ച ഒരു മനുഷ്യനുണ്ട്. ഒടുവിൽ വന്നിറങ്ങിയത് മകൻ ചെയ്ത ക്രൂരതയുടെ നടുവിലേക്കാണ്. വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്പോൺസറുമായുള്ള തർക്കത്തെ തുടർന്ന് സൗദിയിൽ യാത്രാവിലക്കിൽ കുടുങ്ങിയിരുന്ന അബ്ദുൾ റഹീമിനെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. കുടുംബത്തിന്റെ ദുരന്തത്തിൽ പകച്ചുപോയ അബ്ദുൾ റഹീമിന്റെ സങ്കടം കണ്ടുനിന്നവരെയൊക്കെ കണ്ണീരണിയിച്ചു. കച്ചവടം തകർന്നുണ്ടായ കടം വീട്ടി ഉറ്റവരുടെ അടുത്തേക്കെത്താൻ സൗദിയിൽ 7 വർഷമായി നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയായിരുന്നു അബ്ദുൾ റഹീം. ഒടുവിൽ വന്നിറങ്ങിയത് തോരാ കണ്ണീർ കയത്തിലേക്ക്. പക്ഷേ ഇതുപോലൊരു മടങ്ങിവരവ് അബ്ദുൾ റഹീമിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലുണ്ടായത് നാടിനെ നടുക്കിയ കൂട്ടക്കൊല. പൊന്നുമകനെയും കുടുംബത്തെയും കൊന്നുതള്ളിയത് മറ്റൊരു മകൻ. ഉറ്റവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ തടസ്സമായി യാത്രാവിലക്ക്. ഉള്ളു തകർന്ന ഒരച്ഛന്റെ വിലാപമാണ് കേരളം കേട്ടത്. ഒടുവിൽ സൗദിയിലെ കടം ബാക്കിയാക്കിയാണ് നന്മ നിറഞ്ഞ ചില മനുഷ്യരുടെ സഹായത്താൽ ഇന്ന് രാവിലെ നാടണഞ്ഞത്. അതും മകൻ ബാക്കിവെച്ച മഹാദുരന്തത്തിനും ലക്ഷങ്ങളുടെ കടബാധ്യതയുടെയും നടുവിലേക്ക്. മകന്റെ ക്രൂരതയ്ക്കിരയായി ആശുപത്രിയിലുള്ള ഭാര്യ ഷമിയുടെ അടുത്തേക്കാണ് റഹീം ആദ്യം പോയത്. ഇളയ മകൻ അഫ്സാൻ എവിടെയെന്ന ഉമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ റഹീം നിന്നു. പിന്നെ ഒരുപാട് നാളായി കാണാൻ കൊതിച്ച ഇളയമകനും പ്രിയപ്പെട്ട ഉമ്മയുമടക്കം 4 പേരുടെ ഖബറിടത്തിലേക്ക്. ആരുടെയും ഹൃദയം പിടഞ്ഞു പോകുന്ന നിമിഷം. കുടുംബത്തെ ഇല്ലാതാക്കിയ കൊടും കുറ്റവാളിയുടെ അച്ഛനെ ഉറ്റവർ കൈവിടുമോ എന്ന ആശങ്ക റഹീമിനുണ്ടായിരുന്നു. എന്നാൽ കരഞ്ഞു വീഴാറായ റഹീമിനെ അവർ ചേർത്തു പിടിച്ചു. ഇനി മുന്നിൽ എന്തെന്നറിയില്ല. ഇളയമകൻ ജീവനോടെയില്ല. താങ്ങാവേണ്ട മൂത്തമകൻ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കി ജയിലിൽ. സംഭവിച്ചതെന്തെന്ന് പോലും ഓർമ്മയില്ലാതെ ഭാര്യ ആശുപത്രി കിടക്കയിൽ. നാട്ടിലെയും മറുനാട്ടിലെയും പെരുകിയ കടം. ഇതിനെല്ലാം അപ്പുറം തൻ്റെ മകൻ എന്തിനിത് ചെയ്തു എന്ന ചോദ്യമാണ് റഹീമിൻ്റെ മനസ്സ് നിറയെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ആ മനുഷ്യൻ കടന്നു പോകുന്ന മാനസിക വ്യഥ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. സ്വന്തം കുടുംബത്തിലെ 4 പേരെ എത്തിയത് അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ആ കബറിടത്തിൽ സ്വന്തം ഉമ്മയെ 7 വർഷങ്ങൾക്ക് ശേഷം ആ കബറിടത്തിൽ വന്ന് ഉമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ടി വരുന്ന ഒരു മകന്റെ വേദന.